എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ്റെ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള വിശദമായ ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ പ്ലസ് വണ്ണിലെ കേരള യൂണിവേഴ്സിറ്റി, അത് കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ UIT IHRD കോളേജുകളിലേക്കുള്ള 1-ാം വർഷ ബിരുദ പ്രോഗ്രാമിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സർക്കുലർ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ഞാൻ വായിച്ച് വിശദീകരിച്ചു തരാം. കേരള സർവകലാശാല 1-ാം വർഷ ബിരുദ പ്രവേശനം 2024-25 സ്പോട്ട് അഡ്മിഷൻ ആലപ്പുഴ മേഖലയിലെ കോളേജുകളിലേക്ക് ആഗസ്റ്റ് 9-നും ആലപ്പുഴ മേഖലയിലുള്ള കോളേജുകളിലേക്ക് ആഗസ്റ്റ് 9-നും കൊല്ലം മേഖലയിലുള്ള കോളേജുകളിലേക്ക് ആഗസ്റ്റ് 9-നും 10-നും തീയതികളിലും തിരുവനന്തപുരം മേഖലയിലുള്ള കോളേജുകൾക്ക് ആഗസ്റ്റ് 12, 13, 14 തീയതികളിലുമാണ് അപേക്ഷ നടക്കുക. അതായത് ആലപ്പുഴ ജില്ലയിലെ കോളേജുകളിലേക്ക് 8-ാം തീയതിയും ഈ ഓഗസ്റ്റ് 8 നാളെയും, കൊല്ലം മേഖലയിലുള്ള കോളേജുകളിലേക്ക് ആഗസ്റ്റ് 9 മറ്റന്നാളും, അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള കോളേജുകളിലേക്ക് ആഗസ്റ്റ് 12, 13, 14 തീയതികളിലാണ് നടക്കുക. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ UIT IHRD കോളേജുകളിലെ 1-ാം വർഷ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് മേഖലാ തലത്തിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ജനറൽ അലോട്ട്മെൻറ്റുകൾ ആദ്യ ഓപ്ഷനായി ഫൈനൽ ഓപ്ഷൻ നൽകി കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച പ്രസ്തുത കോളേജിൽ അഡ്മിഷൻ തുടർന്ന വിദ്യാർത്ഥികൾക്കും SC ST PWD വിഭാഗക്കാർ ഒഴികെ സ്പോട്ട് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല. ജനറൽ അലോട്ട്മെൻറ്റുകളിൽ ആദ്യ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ നൽകി കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച അതായത് നിങ്ങൾ ജനറൽ കാറ്റഗറിയിലെ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികളാണ്. ജനറൽ കാറ്റഗറിയിൽ ഫസ്റ്റ്, കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്, കേരള സർവകലാശാലയുടെ കാര്യമാണ് പറഞ്ഞത്. ജനറൽ കാറ്റഗറിയിൽ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. പ്രസ്തുത കോളേജിൽ അഡ്മിഷൻ തുടരുന്ന വിദ്യാർത്ഥികളേക്ക് പ്രസ്തുത കോളേജിൽ അഡ്മിഷൻ തുടരുന്ന അതായത് 1-ാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചിട്ട് ഇപ്പോൾ അഡ്മിഷൻ പ്രസ്തുത കോളേജിൽ തുടരുന്ന വിദ്യാർത്ഥികൾ, പ്രസ്തുത കോളേജിൽ അഡ്മിഷനിൽ തുടരുന്നത്, അതായത് നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾ ജനറൽ കാറ്റഗറിയാണ്, നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചു, 1-ാമത്തെ ഓപ്ഷൻ തന്നെ സീറ്റ് ലഭിച്ചു, നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്ന വിദ്യാർത്ഥികളെയും SC ST PWD വിഭാഗക്കാർ ഒഴികെ സ്പോട്ട് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ. വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടുമായി മുകളിൽ പറഞ്ഞിരിക്കുന്ന സെൻറ്ററുകളിൽ രാവിലെ 10 മണി മുതൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അത് ആലപ്പുഴ, നിങ്ങൾക്ക് സർക്കുലർ ലഭ്യമാണ് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ കൈവശം യോഗ്യതയും ജാതിയും, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഫോർ SC BC കാൻഡിഡേറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ SC ST കാൻഡിഡേറ്റ്, EWS കാൻഡിഡേറ്റ്സ് ഫോർ EWS കാൻഡിഡേറ്റ്സ്, EWS സർട്ടിഫിക്കറ്റ് ഫോർ EWS കാൻഡിഡേറ്റ്. അതായത് എന്താണ്, സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ കൈവശം യോഗ്യതയും ജാതിയും, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഫോർ SC BC കാൻഡിഡേറ്റ്, SC BC വിദ്യാർത്ഥികൾക്ക് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റും, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ SC ST കാൻഡിഡേറ്റ്, SC ST വിഭാഗക്കാർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും, കാൻഡിഡേറ്റ് EWS സർട്ടിഫിക്കറ്റ് ഫോർ EWS കാൻഡിഡേറ്റിലുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ ഉണ്ടായിരിക്കണം.
ഓക്കെ. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഉദാഹരണത്തിന് ഇപ്പോൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുണ്ടാവണം. SC/BC-കാർക്ക് അതുണ്ടാവണം. ഇനി SC/ST-കാരാണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. EWS എൻ്റർ ചെയ്ത് ടിക്ക് ചെയ്ത് എസ് എന്ന് കൊടുത്തവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് പ്രൊസീഡ് ചെയ്യണം. മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള കോളേജുകളിൽ ഒഴിവുള്ള SC/ST സീറ്റുകൾ പ്രസ്തുത വിഭാഗത്തിലുള്ള കുട്ടികളുടെ അഭാവത്തിൽ ആ സീറ്റുകൾ അതാത് കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ നികപ്പെടുത്താവുന്നതാണ്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കോളേജുകളും കോഴ്സുകളും അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കുന്നതല്ല. അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കോളേജും കോഴ്സും അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കുന്നതല്ല. ഇതുവരെ അഡ്മിഷൻ ഫീ അടയ്ക്കാത്ത വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് ഇനത്തിൽ SC/ST വിഭാഗക്കാർക്ക് 930 ജനറൽ മറ്റ് സംവരണ വിഭാഗക്കാർക്ക് 1850 അടയ്ക്കേണ്ടതാണ്. ഇതുവരെ അഡ്മിഷൻ ഫീ അടയ്ക്കാത്ത വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഫീസ് ഇനത്തിൽ SC/ST വിഭാഗക്കാർ 930 രൂപയും ജനറൽ മറ്റ് വിഭാഗ സംവരണ വിഭാഗത്തിൽപ്പെടുന്നവർ 1850 രൂപയും അടയ്ക്കേണ്ടത് ആണ്. ഇതിനായി പ്രത്യേക സമയം അനുവദിക്കുന്നതല്ല. പ്രത്യേക സമയം അനുവദിക്കില്ല. മുൻപ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടച്ചവർ പ്രസ്തുത പേയ്മെൻറ്റ് രസീതിൻ്റെ കോപ്പി കൈവശം കരുതേണ്ടതാണ്. അതായത് ഇത് നിങ്ങൾ നേരത്തെ പണം അടച്ചവരാണ്, പക്ഷേ മാൻഡറ്ററി ഫീ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാൻഡറ്ററി ഫീ നിങ്ങൾ നേരത്തെ അടച്ചവർ, അത് അലോട്ട്മെൻറ്റ് കിട്ടിയവരാണ് മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടത്. കിട്ടാത്തവർ അടയ്ക്കേണ്ട ആവശ്യമില്ല. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ മാൻഡറ്ററി ഫീ അടച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അതിൻ്റെ റെസീറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുന്നതാണ്. വിവിധ മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കോളേജുകളുടെ വിവരം, ഒഴിവ് ഉള്ള സീറ്റുകളുടെ വിവരം എന്നിവ സർവകലാശാല വെബ്സൈറ്റിൽ admission.kerala.university.as.in എന്നിൽ പ്രസിദ്ധീകരിച്ചു കേട്ടോ. വേക്കൻസി ലിസ്റ്റ് മറ്റ് കാര്യങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ലഭ്യമാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ശേഷം എന്ത് ചെയ്യുക, തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, FIUG CAP 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ് FIUG CAP 2024 ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് ഖരീദ, ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.